To all the lovely people watching out there, welcome to my first long video. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. കാരണം നമ്മളെ കമന്റ്സിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര പേരാണ് എൻ്റെ ലോങ് വീഡിയോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ അടിയിലാണെങ്കിലും അതുപോലെ യൂട്യൂബിൽ ഷോർട്സിൻ്റെ അടിയിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ആസ്ക് മീ സംതിങ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. So finally, it's high time to answer to you people. So welcome to my first long video. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈനലി ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഫസ്റ്റ്ലി ഞാൻ ഇനി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം റാനിയ നൗഷാദ്. എൻ്റെ വീട് എവിടെയും ചോദിച്ചിട്ടുണ്ട്. സോ വീട് കരുവാരമുണ്ടാണ്, മലപ്പുറം കരുവാരമുണ്ട്. ഞാനിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ. 3 months ആയി ഓൾമോസ്റ്റ്. ഇവിടെ ക്ലാസ് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. ക്ലാസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ മെട്രോളജി അതുപോലെ റെഗുലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമുലേറ്റർ ട്രെയിനിങ്ങും ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഞാൻ എൻട്രൻസ് ചെയ്തിട്ടുണ്ടോന്നാണ്. ഞാൻ എൻട്രൻസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ബട്ട് എൻട്രൻസിനെ കുറിച്ച് ഞാനൊരു 11th and 12th ഒക്കെ പഠിക്കുമ്പോൾ കരിയർ ഗൈഡൻസിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഒരു ട്രിവാൻഡ്രത്തിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഏവിയേഷൻ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ അവിടെ എൻട്രൻസിനെ കുറിച്ചിട്ട് എനിക്ക് ഡീപ്പായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ. അതുപോലെ എക്സ്പെൻസും അത്യാവശ്യം തന്നെ ആവുന്നുണ്ട്. സോ ഞാൻ എൻട്രൻസ് വേണ്ട, പ്രൈവറ്റ് മതി എന്നുള്ള രീതിയിൽ ജോയിൻ ആക്കി. നമ്മൾ ഓൾ ത്രൂ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്രോ ഉണ്ട്. അവിടെയാണെങ്കിലും അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. സോ എനിക്ക് എന്തുകൊണ്ടും പ്രൈവറ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. അടുത്തതായിട്ട് എൻ്റെ DMസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ദ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു 10th അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പൈലറ്റ് ആവാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി 10th കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഫിസിക്സ് ആൻഡ് മാത്സിൽ ക്ലാസ് 12 കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്രൗണ്ട് സ്കൂളിൽ ജോയിൻ ചെയ്യണം. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ വൈസ് മാത്രം ഫിറ്റ് ആയാൽ പോരാ, നമ്മൾ മെഡിക്കലി കൂടി ഫിറ്റ് ആവണം. അതിന് ക്ലാസ് 1 and class 2 മെഡിക്കൽസ് ഉണ്ട്. സോ ഫസ്റ്റ്ലി നമ്മൾ ക്ലാസ് 2 മെഡിക്കൽസ് ആണ് ചെയ്യുക. അങ്ങനെ ഫിറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ജോയിൻ ആക്കാൻ പറ്റുള്ളൂ. ഗ്രൗണ്ട് ക്ലാസ് അതുപോലെ ഫ്ലൈയിങ് ക്ലാസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അതിൽ നമ്മൾ എക്സ്പീരിയൻസ് നോക്കണം, നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ നോക്കണം. പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള റിസൾട്ട്സും ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഹൗ ഡിഡ് യു കൺവിൻസ് യുവർ പാരൻസ് എന്നുള്ളതാണ്. ഒരു ടീൻ ഏജ്ഡ് ഗേൾ ചോദിച്ചതാണ്. സോ കൺവിൻസ് ചെയ്യാൻ ഞാൻ എത്രത്തോളം പാഷനേറ്റ് ആണെന്നുള്ളത് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു 11th 12th ഒരു ഹാഫൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണെന്നില്ല അവർക്ക് മനസ്സിലായി. എന്നാലും ഇതെങ്ങാനും വർക്കൗട്ട് ആയിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിൽ ബാക്കപ്പ് ലൈനായിട്ട് നീറ്റിൻ്റെ കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം ഇതാക്കിയ പാരൻസ് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് അല്ലെ അയച്ച്. നെക്സ്റ്റ്ലി ഏജ്. എനിക്ക് ഏജ് എത്രയെന്ന് ചോദിച്ചാൽ I'm 18 years old. ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് 160 centimeter ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മെട്രോളജി റെഗുലേഷൻ അതൊക്കെ സിമ്പിളാണ്. മെട്രോളജി അത്യാവശ്യം അറ്റ്മോസ്ഫിയർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മെട്രോളജിക്ക് പഠിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ റെയിനി സീസണിലൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലൗഡ്സ് ഒക്കെ നോക്കും. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. റെഗുലേഷന് അത്യാവശ്യം റൂൾസ് ആണുള്ളത്. കുറച്ച് ഫാക്ട്സ് ഓർത്ത് വെക്കുക. കുറച്ച് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിലുണ്ടാവാം. പിന്നെ റൂൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മൈൻഡിലുണ്ടാവണം. ഒരു SS ഒക്കെ പഠിക്കണ ഫീലായിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ്ലി. പിന്നെയുള്ളത് നാവിഗേഷൻ, അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ കുറച്ചുകൂടി കൺസെപ്റ്റ്വലാണ്. നമ്മൾ പണ്ട് പഠിക്കുന്ന ബൈഹേർട്ടിങ് സിസ്റ്റം ഒന്നും തീരെ ഫോളോ ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു ഗ്രാഫിക്കൽ ആയിട്ടുള്ളൊരു വ്യൂ, അതുപോലെ ഒരു മൈൻഡിലൊരു പിക്ചർ വന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ വാല്യൂസ് ഒക്കെ പ്ലോട്ട് ചെയ്ത് അത്യാവശ്യം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കുലേഷൻ കുറച്ചുകൂടി നമുക്ക്
ആ ഒരു എഫേർട്ട് എടുത്താൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ആൻഡ് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് കൺവെൻഷനാണോ അതോ കാഡറ്റ് പ്രോഗ്രാം ആണോ എന്ന്. അപ്പോൾ ഞാൻ ഇതിന് രണ്ടിലും ഇടയിലാണ്, ഹൈബ്രിഡ് എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമി തന്നെയാണ് ഗ്രൗണ്ട് ക്ലാസ്സും ചെയ്യുന്നത് ആൻഡ് ഫ്ലൈങ്ങിന് നമ്മളെ കൊണ്ടുപോകുന്നതും ഒപ്പമാണ്. ആൻഡ് കൺവെൻഷനാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി അഫോർഡബിൾ, ബട്ട് ജോബ് അഷ്യൂറൻസ് ഭയങ്കര കുറവാണെന്നുള്ളൊരു കൺസേൺ എപ്പോഴും വരുന്നുണ്ട്. ആൻഡ് കാഡറ്റ് പ്രോഗ്രാമിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക പ്രോഗ്രാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോബ് പ്ലേസ് ചെയ്ത് തരും. ബട്ട് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ കുറേ പ്രോഗ്രാംസിൽ. ആൻഡ് ഹൈലി എക്സ്പെൻസീവ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മേ ബി ലിമിറ്റഡ് ആവും. നമ്മൾ ഒരു എയർലൈനിൻ്റെ കീഴിൽ കാഡറ്റ് പ്രോഗ്രാം ചെയ്താൽ മേ ബി നമുക്ക് പെട്ടെന്ന് വേറൊരു എയർലൈനിലേക്കൊന്നും പോകാൻ പറ്റില്ല. സോ ആ ഒരു ഇഷ്യൂ വരും. ആൻഡ് വേറൊരു ഫണി ക്വസ്റ്റ്യൻ ആണ്, ഈസ് യുവർ ഫാദർ റിച്ച് എന്ന്. സോ റിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ട് ഇങ്ങനെ ഒരു ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പോകാൻ മാത്രം ഹൈലി റിച്ച് അല്ല എന്നുണ്ടെങ്കിലും ഹീ ഈസ് റിച്ച് ഇൻ മൈൻഡ് സെറ്റ്. അതായത് എൻ്റെ ഒരു ആഗ്രഹം സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ മീൻ ബൈ ബീങ് റിച്ച് ഇൻ ടുഡേയ്സ് ഇറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് എത്ര ആകും ആൻഡ് ഹൗ ടു മാനേജ് എക്സ്പെൻസസ് എന്നാണ്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ് ഫ്ലൈയിങ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൽ നമുക്ക് 45 lakhs ആവും ഒരു CPL-ന്. അതൊരു 42 ആണ്. ആൻഡ് കുറച്ചുകൂടി നമ്മളെപ്പോഴും ഫണ്ട് കുറച്ചുകൂടി ഹൈ ആയിട്ട് കരുതണം. അപ്പോൾ ഒരു 45 lakhs ഒക്കെ എന്തായാലും CPL കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാകും. ആൻഡ് അത് കഴിഞ്ഞിട്ട് പലരും നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നത് ഇത് മതി ഇതിൽ നിന്നു എന്നുള്ള രീതിയിലാണ്. ബട്ട് അല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് കൂടി ഉണ്ട്. ആൻഡ് അത് നമ്മളൊരു എയർലൈനിൽ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ അതിനൊരു 15 lakhs എങ്കിലും നമ്മൾ മൈൻഡിൽ കരുതണം. ആൻഡ് ടോട്ടൽ നമ്മളൊരു 60 lakhs എങ്കിലും മൈൻഡിൽ കരുതണം. പിന്നെ ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഫണ്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ്ലി സംസാരിക്കേണ്ട സ്കോളർഷിപ്പാണ്. SC/ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഗവൺമെൻറ്റിനെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് OBC ജനറൽ കാറ്റഗറിയിലൊക്കെ സ്കോളർഷിപ്സ് ഒക്കെ വളരെ റെയറാണ്. ഞാനും ഒരുപാട് സ്കോളർഷിപ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജസ് ഇമെയിൽസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. സോ ഭയങ്കര റെയർ ആയിട്ടുള്ള സംഭവമാണ് സ്കോളർഷിപ്സ് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോൺ എടുക്കുക എന്നുള്ളതാണ്. ലോൺസ് അവൈലബിൾ ആണ്. ആൻഡ് മേ ബി കൊളാട്രലിൽ പ്രോപ്പർട്ടി വേണ്ടി വരും. ആൻഡ് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് NDAയിൽ നമുക്ക് ജോയിൻ ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് കൺട്രിയിൽ സെർവ് ചെയ്യാം. സോ നമുക്ക് ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺട്രീനെ കൂടി സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് നെക്സ്റ്റ്ലി നമുക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിലും ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് അത്രയും പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും മണി സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് യു ക്യാൻ ഓൾവേസ് കം ബാക്ക്. അപ്പോൾ നമുക്ക് ക്യാഷ് ഇല്ല എന്നുള്ള രീതിയിൽ നമുക്കിത് പെർമനൻ്റ്ലി ക്വിറ്റ് ചെയ്യേണ്ട. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത്. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് തൊട്ട് ഏവിയേഷൻ ഫീൽഡ് ഇഷ്ടമാണ്. നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ എയർ ഹോസ്റ്റസ്, ക്യാബിൻ ക്രൂ, പൈലറ്റ്സ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ഏവിയേഷൻ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കുറച്ചുകൂടെ വലുതായിട്ട് ഒരു 11th 12th അതുവരെ നമുക്ക് ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. ആൻഡ് ഒരു 12th നമ്മൾ കരിയർ ഗൈഡൻസിലൊക്കെ പോയി അത്യാവശ്യം സംസാരിച്ചിട്ട് ഒരു 12th ഫസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം പൈലറ്റ് ട്രെയിനിങ്ങിൽ പോകാമെന്നുള്ള രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് എന്തോ ഈ ഒരു ഇതിൻ്റെ മെക്കാനിക്സ് ആൻഡ് ടെക്നിക്കൽസ് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരു സൈക്കിൾ ഓടിക്കുമ്പോഴും സ്കൂട്ടി പഠിക്കുമ്പോഴും ഒക്കെ ഭയങ്കര എന്തൊക്കെയോ ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന സംഭവം. അപ്പോൾ അതുപോലെ എനിക്കും ഇതെന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതാണ് എൻ്റെ ഇൻസ്പിറേഷന്. ആൻഡ് നെക്സ്റ്റ് 10th എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. 10th ഞാൻ അത്യാവശ്യം ബാലൻസ് ചെയ്ത രീതിയിലിരുന്നു പോയിന്. ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഒപ്പം എക്സ്ട്രാ കരിക്കുലേഴ്സിനൊക്കെ ജോയിൻ ചെയ്തിരുന്നു. സോ മിഡിൽ ഞാൻ അത്യാവശ്യം കുറച്ച് ജോയിൻ ചെയ്ത് ക്ലാസ് കട്ട് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ അത്യാവശ്യം പഠിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ CBSEയിൽ ഐ ഹാഡ് 92% അങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യന് പൈലറ്റ് ട്രെയിനിങ് എവിടെ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ആഫ്രിക്കയിലാണ് പൈലറ്റ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ആൻഡ്
ഹൗ മെനി ഇയേഴ്സ് ടു ബി എ പൈലറ്റ്. അപ്പോൾ ഇയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 200 hours എന്നാണ് ഇതിൽ റിക്വയർമെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ എത്ര പെട്ടെന്ന് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുന്നു, എത്ര പെട്ടെന്ന് കുറച്ചും കൂടി ട്രെയിനിങ് ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചാണ് ഉണ്ടാവുക. ആൻഡ് ക്യാൻ അതർ സ്ട്രീം സ്റ്റുഡൻസ് ബി എ പൈലറ്റ്? അതായത് നമ്മൾ കൊമേഴ്സ് അതുപോലെ ആർട്സ് സ്ട്രീമിലുള്ള കുട്ടികൾ വരുന്നുണ്ട്, പൈലറ്റ് ആവാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ഓൾസോ ക്യാൻ ബി എ പൈലറ്റ്. നിങ്ങൾക്ക് NIOS പോലുള്ള ഓപ്ഷൻസ് വഴിയായിട്ട് നമുക്കൊരു +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി, അത് എക്സാംസ് ഉണ്ട്, അത് പാസ്സായാൽ മതി. ആൻഡ് ഫ്യൂച്ചറിൽ കൊമേഴ്സ് സ്ട്രീംസിനും ആർട്സ് സ്ട്രീംസിനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ഇറ്റ്. പിന്നെ സാലറിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ എക്സ്പെൻസ് ഫീ ആയിട്ട് കൊടുക്കുമ്പോൾ സാലറി കിട്ടും, ബട്ട് അത്യാവശ്യം ടൈം എടുക്കും. ബിഗിനിങ്ങിലൊക്കെ നമുക്കൊരു 80,000 1 lakh അടുത്തൊക്കെ ഉള്ളൂ കിട്ടുകയാണെങ്കിൽ കിട്ടുക, ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മളൊരു ക്യാപ്റ്റൻ ആയാൽ നമുക്ക് 5 lakh to 10 lakh എന്നുള്ള രീതിയിലാണ് പെർ മന്ത് സാലറി വരുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്ന എയർലൈൻ, അതുപോലെ നമ്മുടെ പ്രൊഫഷൻസി, നമുക്ക് എത്രത്തോളം അവേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആൻഡ് നമ്മൾ ATPL ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോ നമ്മുടെ പൊസിഷൻസ് ഒക്കെ ഹൈ ആയിട്ട് വരിക. സോ അങ്ങനെയാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുകയാണ് ആയോ പറ്റുമോ എന്നുള്ള രീതിയിൽ ഹൈറ്റ് റിക്വയർമെൻറ്റ്സ്. സോ ബേസിക്കലി ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് അത്രയ്ക്കില്ല, എന്നാലും നമുക്ക് BMI കറക്റ്റ് ആവണം. അതായത് നമ്മൾ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ ഏജിന് ഇത്ര സ്പെസിഫിക് വെയിറ്റ് വേണമെന്നുണ്ട്, ആ ഒരു വെയിറ്റ് ഉണ്ടായാൽ മതി. ആൻഡ് മേ ബി സ്പെസിഫിക് എയർലൈൻസിനൊക്കെ കുറച്ച് ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ആൻഡ് അത് എയർലൈൻസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ആയിട്ടുള്ളത് സ്പെക്സ് ആണ്. സോ കുറേ പേർക്കുള്ള മിസ്കൺസെപ്ഷനാണ് സ്പെക്സ് വെച്ചാൽ പൈലറ്റ് ആവാൻ പറ്റില്ല എന്ന്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്കും ഇതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെക്സ് വെച്ചാൽ അയ്യോ ഇനി ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്പെക്സ് വെച്ചാലും നിങ്ങൾക്ക് 6/6 വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മെഡിക്കൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ പൈലറ്റ് ട്രെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, റാനിയ ഹൗ ഡിഡ് യു ഓവർകം ദ ഫിയർ ഓഫ് ക്രാഷിങ്? അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് അഹമ്മദാബാദിൻ്റെ ഫ്ലൈറ്റ് ഇൻസിഡൻറ്റ് വന്നപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്രാഷ് ചെയ്യണത് പേടിയില്ലേ റാനിയ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പൈലറ്റ് ട്രെയിനിങ് പോലെ ഒരു കോഴ്സിന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസും കോൺസും അറിയണം. ഇതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ പാസഞ്ചേഴ്സ് നമ്മളെ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ അവരുടെ ലൈഫ്സ് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഒരു ജോബ് ചൂസ് ചെയ്യുമ്പോൾ അതിന് പ്രോസും ഉണ്ടാവും കോൺസും ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. സോ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ 100% അഷ്യൂർ ചെയ്യുക, ആൻഡ് അത് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. നെക്സ്റ്റ് ഒരു കുട്ടി ചോദിച്ചതാണ്, എനിക്ക് ഫിസിക്സ് ആൻഡ് മാത്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ ഇനി എനിക്ക് പൈലറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ഫിസിക്സ് ആൻഡ് മാത്സ് നിങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടി കൺസെപ്ച്വലായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. കുറച്ച് എഫേർട്ട് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ വേറെ രീതിയിലാണ് നമുക്ക് പൈലറ്റ് ട്രെയിനിങ്ങിലൊക്കെ യൂസ് ആവുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് എടുക്കാൻ പറ്റുകയാണ്, കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കൊണ്ടും പറ്റും. പിന്നെ ഹൂ ഈസ് യുവർ മോട്ടിവേഷൻ ആൻഡ് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് എന്നുള്ളതാണ്. മോട്ടിവേഷൻ പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ തന്നെ ഭയങ്കര മോട്ടിവേഷൻ ഉണ്ട് കേട്ടോ. അത് എന്തെങ്കിലും നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആയി തോന്നുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം എനിക്കുണ്ട്. ആൻഡ് പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ സിസ്റ്റർ എൻ്റെ ഓൾ ഫാമിലി, പിന്നെ എൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിലും 2 സൈഡിലും ഫാദറിൻ്റെയും മദറിൻ്റെയും സൈഡിലും നല്ല സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന എന്നെ കണ്ടുകൊണ്ട് എൻ്റെ ഫ്രണ്ട് എടുക്കുന്നുണ്ട്. സോ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ എൻ്റെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു ഹോപ്പ് ഉണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാ എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്. ദ പീപ്പിൾ അറൗണ്ട് മീ ഇസ് മൈ സ്ട്രെങ്ത്. പിന്നെ മീ ആൻഡ് മൈസെൽഫ്, ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മളൊരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് അറിയണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി അപ്ലോഡിങ് ഇൻ ദാറ്റ് സീരീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. കാരണം ഇന്ന് നമ്മളെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ് ഒരു നൈറ്റ് ടൈം ഒക്കെ ആയിട്ടാണ്
വീഡിയോ ഷൂട്ട് ചെയ്യണം. മേ ബി ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ബട്ട് ഇത്രയും ഞാൻ കണ്ടു നിന്നില്ലേ. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.